ഇപ്പൊ മലങ്കരയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ മലങ്കര സഭ ഇപ്പം ഈജിപ്ത് നൈൽ നദിയുടെ ദാനം എന്ന് പറയുന്നത് പോലെ മലങ്കര സഭ അന്ത്യോക്യ സിംഹാസനത്തിന്റെ ദാനമാണ്. വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ പൂർവികമായ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ പലരും പറയും ഇവിടെ കടന്നുകയറ്റത്തിന് വന്നു അന്ത്യോക്യയിൽ നിന്ന്. ഈ കഴിഞ്ഞ ദിവസം പേജിൽ എഴുതിയിരുന്ന ഫേസ്ബുക്കിലെ ഒരു പേജിൽ, അതുപോലെ തന്നെ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയിലെ അഭിവന്ദ്യനായ മെത്രാന്മാർ പ്രസംഗിക്കുന്നതാണ്. ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് കേൾക്കുന്ന പ്രസംഗങ്ങളാണ്. അപ്പൊ അതിനകത്തെല്ലാം വരുന്നൊരു ധ്വനിയാണ്, അവർ കടന്നുകയറ്റക്കാരായിരുന്നു. ഒരു മെത്രാപ്പോലിത്ത പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടാണ്. അദ്ദേഹം പറയാണ്, അവര് അഭയാർത്ഥികളായിരുന്നു, അവര് ഔദാര്യം തേടി ഈ കേരളത്തിലേക്ക് വന്നതാണ്. വളരെ ഉദാരമതികളായ ഇന്ത്യൻ ഓർത്തഡോക്സുകാർ അവരെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ഭക്ഷണം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അവരൊരു ഗതിയും പരഗതിയും ഇല്ലാതെ വന്ന് ഈ രീതിയിലുള്ള ആക്ഷേപകരമായ, അത്യന്തം അപമാനകരമായ പ്രസ്താവനകൾ നിരന്തരം വന്നതുകൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു പ്രതികരണം നടത്താൻ ഞാൻ നിർബന്ധിതനായിരിക്കുന്നത്. കാരണം സത്യം കണ്ടിട്ടും ആ സത്യത്തെ പറഞ്ഞില്ലെങ്കിൽ അത് ദുർമൗനം എന്നാണ് സുറിയാനി സഭയുടെ പിതാക്കന്മാർ പ്രാർത്ഥനകളിൽ എഴുതിയിരിക്കുന്നത്. ദുർമൗനം പാപമാണ് എന്ന് ഞാൻ നോമ്പിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ എഴുതി വച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് നോമ്പാണെങ്കിലും ഇത് പറയാതിരുന്നാൽ അത് അതിലേറെ പാപമായി തീരും. അത് ദുർമൗനമാണ്. ഞാൻ 1000 പ്രാവശ്യം ചിന്തിച്ചത് പറയണേ, വെറുതെ സ്നേഹത്തിലിരിക്കുന്ന പല ആളുകളെ പിണക്കേണ്ടി വരും. പക്ഷെ ദുർമൗനമാണ്. സത്യം അറിഞ്ഞിട്ടും ആ സത്യത്തിന് വേണ്ടി വായ തുറക്കാതിരുന്നാൽ അതിന്റെ പേരാണ് ദുർമൗനം. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ദുർമൗനം വെടിയണം. ദുർമൗനം വെടിഞ്ഞിട്ട് സത്യം പറയണം. ഇതാണ് സത്യം. നമുക്കറിയാം, പൂർവികമായ സഭ ഇവിടെ ഈ പോർച്ചുഗീസുകാരുടെ ആഗമനത്തോടു കൂടിയാണ് റോമാ സഭ മലങ്കരയിലേക്ക് വരുന്നത്. അതിനു മുമ്പ് റോമിന് മലങ്കരയിൽ ജൂറിസ്ഡിക്ഷൻ ഇല്ല. റോം ഇവിടെ വന്ന ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. മെൻസിസ് മെത്രാപ്പോലിത്ത വന്നതും പിന്നീട് ഇവിടെ ഉദയംപേരൂർ സൂനഹദോസ് നടന്നു. ഈ ചരിത്രങ്ങളൊക്കെ നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ളതാണ്. അപ്പൊ പൂർവികമായ ഒരു സഭ ഇവിടെ സുറിയാനി സഭയുടെ അന്ത്യോക്യൻ ആരാധനയിൽ നിലനിന്നിരുന്നോ എന്നുള്ളതാണ് സംശയം. അപ്പൊ അവിടെയാണ് വിശുദ്ധനായ ഭാഗ്യവാനായ അബ്ദുൽ ജലീൽ പാത്രിർക്കീസ് ബാവയുടെ ആഗമനം. അപ്പൊ അബ്ദുൽ ജലീൽ ബാവ വരുന്നതിന് മുമ്പ് ആഹത്തുള്ള ബാവ, ഇതെല്ലാം പലരും ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം മുസ്ലിം പേരാണ്. ഇതൊക്കെ മുസ്ലിം പേരാണെന്ന് ആര് പറഞ്ഞു? ഇതൊക്കെ അറബിക്ക് പേരുകളാണ്. ഇസ്ലാം മതത്തിന്റെ സ്ഥാപകനായ പ്രവാചകനായ മുഹമ്മദിന്റെ പിതാവിന്റെ പേര് അബ്ദുള്ള എന്നായിരുന്നു. മുഹമ്മദിന് മുമ്പ് ഇസ്ലാം മതം ഉണ്ടായിരുന്നു. ഇത് അറബി പേരുകളാണ്. ആ അറബി നാട്ടിലെ അവരുടെ ആളുകളുടെ പേരുകളാണ്. അത് അറബികൾ കൂടുതൽ മുസ്ലിങ്ങളായി മാറിയത് കൊണ്ടും അവരുടെ പേരുകളെല്ലാം കേൾക്കും, അതെല്ലാം മുസ്ലിം പേരുകളായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് അത് മുസ്ലിം പേരല്ല, അറബി പേരുകളാണ്. അപ്പൊ അബ്ദുൽ ജലീൽ ബാവ അദ്ദേഹമാണ് പിന്നീട് വരുന്നത്. അപ്പൊ അഹത്തുള്ള ബാവായ്ക്ക് സംഭവിച്ചൊക്കെ നമുക്കറിയാം. അഹത്തുള്ള ബാവായെ കൊച്ചി കായലിൽ കെട്ടിത്താഴ്ത്തി, പറങ്കികൾ കൊച്ചി കായലിൽ കെട്ടിത്താഴ്ത്തി. കാരണം പറങ്കികൾ ഇവിടെ സ്വപ്ന സൗധം പോലെ ഒരു സഭ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഈ അഹത്തുള്ള ബാവ വന്നാൽ അത് ചീട്ടുകൊട്ടാരം പോലെ തകിടം മറിയും എന്ന് മനസ്സിലായതുകൊണ്ട് പാത്രിയർക്കീസ് മലങ്കരയുടെ മണ്ണിൽ കാൽ ചവിട്ടാൻ അവർ അനുവദിച്ചില്ല. പകരം അവർ കൊച്ചി കായലിൽ കെട്ടിത്താഴ്ത്തി. തങ്ങളുടെ പാത്രിയർക്കീസിനെ കൊച്ചി കായലിൽ കെട്ടിത്താഴ്ത്തി എന്നറിഞ്ഞ മലങ്കര നസ്രാണികൾ കൊച്ചിയിൽ തടിച്ചുകൂടി അവർ കൂനം കുരിശ് സത്യം, കുരിശിൽ ആലാത്തുകെട്ടി അവർ സത്യം ചെയ്തു. ആ സത്യം സൂര്യചന്ദ്രന്മാരുള്ള കാലത്തോളം ഞങ്ങൾ അന്ത്യോക്യ സിംഹാസനത്തോടുള്ള കൂറും വിധേയത്വവും നിലനിർത്തും, ഞങ്ങളും ഞങ്ങളുടെ സന്തതി പരമ്പരകളും. ഇതാണ് കൂനം കുരിശ് സത്യം. ഈ കൂനം കുരിശ് സത്യത്തെ ഇന്ത്യൻ ഓർത്തഡോക്സ് വേർഷനിൽ അത് പെർവേർട്ട് ചെയ്തിട്ട് പറയാണ്, വിദേശ ശക്തികൾക്ക് ഒരിക്കലും ഞങ്ങൾ കീഴ്പ്പെടുകയില്ല എന്ന് കൂനം കുരിശിൽ സത്യം ചെയ്തു. ദാറ്റ്സ് വണ്ടർഫുൾ. വിദേശ ശക്തികൾക്ക് ഒരിക്കലും ഞങ്ങൾ കീഴ്പ്പെടുകയില്ല എന്ന് കൂനം കുരിശി കയറെ കെട്ടിപ്പിടിച്ച് സത്യം ചെയ്ത ആളുകൾ ഏതാനും മാസങ്ങൾക്ക് ശേഷം ജെറുസലേമിന്റെ സുറിയാനി സഭയുടെ ജെറുസലേമിലെ അധ്യക്ഷനായിരിക്കുന്ന
ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ ബാവ മലങ്കരയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ 2 കൈ നീട്ടി സർവാത്മന സ്വീകരിക്കുകയാണ്. അപ്പൊ ഇവര് പറയുന്നത് വ്യാജമല്ലേ? ഇവര് പറയുന്ന വഞ്ചനയല്ലേ? ഈ പറഞ്ഞ കൂനം കുരിശിൽ കയറ് കെട്ടി നമ്മുടെ പിതാക്കന്മാർ വിദേശത്ത് നിന്നൊരു മെത്രാനെ ഞങ്ങൾ സ്വീകരിക്കുകയില്ലെന്നായിരുന്നു സത്യം ചെയ്തതെങ്കിൽ എന്തിന് അബ്ദുൽ ജലീൽ ബാവയെ അവർ സ്വീകരിച്ചു? അതെങ്ങനെയാ സ്വീകരിച്ചത്? സർവാത്മന സ്വീകരിച്ചു. ഇപ്പൊ ഇവരുടെ ആധുനിക വേർഷൻ അനുസരിച്ച് ഗതികെട്ട ബാവ അലഞ്ഞു തിരിഞ്ഞ് ഒരു നേരത്തെ കഞ്ഞി കുടിക്കാൻ വേണ്ടി കേരളത്തിൽ വന്നാണോ അബ്ദുൽ ജലീൽ ബാവ? മലങ്കരയിലെ സഭയുടെ പ്രതിസന്ധിയിൽ പറങ്കികളുടെ അധികാരനുഖത്തിന്റെ കീഴിൽ പിന്നെ ഡച്ചുകാർ വന്നു. അപ്പൊ പറങ്കികളുടെയും ഡച്ചുകാരുടെയും അങ്ങനെയുള്ള വൈദേശിക ശക്തികളുടെ അടിമത്തത്തിൽ ഞെരിഞ്ഞമരുമ്പോൾ സത്യവിശ്വാസത്തിന്റെ അമൃത കുളിർ ജലധാരയുമായിട്ടാണ് ഈ ബാവ എത്തുന്നത്. എന്തുകൊണ്ട് മലങ്കരയിലെ സഭയിലുള്ളവർക്ക് ഈ കത്തോലിക്ക വിശ്വാസത്തിൽ നിൽക്കാൻ പറ്റില്ലായിരുന്നു? എന്തെങ്കിലും പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നെങ്കിൽ, എന്തെങ്കിലും ചൊല്ലിയാൽ മതിയായിരുന്നെങ്കിൽ, യേശുക്രിസ്തുവിനെ തന്നെയല്ലേ അവരും ഉയർത്തുന്നത്, ഈ ട്രിനിറ്റേറിയൻ ഗോഡിനെ തന്നെയല്ലേ അവർ വർഷിപ്പ് ചെയ്യുന്നത്. പക്ഷെ അത് പോരാ എന്ന് അന്നത്തെ ആളുകൾ എന്തിനു ചിന്തിച്ചു? അപ്പൊ അവരെന്താണ് സത്യം ചെയ്തത്? ഇവരേറെ കൊട്ടിഘോഷിക്കുന്ന സുപ്രീം കോടതി വിധിയുണ്ട്. 2017 ജൂലൈ 3 സുപ്രീം കോടതി വിധിയുണ്ട്. ഇപ്പം 2017 ജൂലൈ 3 സുപ്രീം കോടതി വിധി ആണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഇപ്പൊ സുപ്രീം കോടതി വിധി നിങ്ങൾക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ കിട്ടും. 2017 ജൂലൈ 3 എന്ന് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഈ സുപ്രീം കോടതി വിധിയുടെ 5ാമത്തെ പേജാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഡു ഇറ്റ്, ഗൂഗിൾ ഇറ്റ്. ജൂലൈ 3, 2017 സുപ്രീം കോർട്ട് വെർഡിക്റ്റ് ഓർത്തഡോക്സ് ചർച്ച് എന്ന് അടിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടും. ഇത് നോക്ക്, ഇവിടെയാണ് വിധി. കണ്ട, ഈ വിധിക്കകത്ത നിരീക്ഷണമാണ്, വിധിഭാഗമല്ല. അത് വളരെ ദീർഘമാണ് ഇത്, അതുകൊണ്ട് അതിന്റെ നിരീക്ഷണമാണ്. സുപ്രീം കോടതി എങ്ങനെയാണ് ഇതിനെ നിരീക്ഷിക്കുന്നത്? എന്നാ പറഞ്ഞാൽ സുപ്രീം കോടതി പറയുന്നത്. അപ്പൊ സുപ്രീം കോടതി പറയാണ്, in 16th 5ാം പേജിലെ 5ാമത്തെ ക്ലോസ്, in 16th century Christianity gained a substantial foothold in the area now comprised in Kerala. The dominant faith was of Syrian Orthodox Church. With the rise of Portuguese political power on West Coast, the Portuguese compelled the local Christians to accept Roman Catholic faith. ഇതാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ ഇവിടെ സുറിയാനി സഭയുടെ വിശ്വാസമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. സുറിയാനി സഭയുടെ വിശ്വാസമായിരുന്നു. Christians of Malabar affirmed their loyalty to the Syrian Orthodox Christian Church headed by the Patriarch by taking an oath en masse at Mattancherry known as the Cunan Cross Oath. Since then, the Patriarch of Antioch exercised ecclesiastical supremacy over what may be called the Malankara Syrian Christian Church. അപ്പൊ ഇവിടെ പറയാണ്, ഈ സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ കൂനം കുരിശ് സത്യം അന്ത്യോക്യൻ പാത്രിയർക്കീസിനോടുള്ള വിധേയത്വം ഉറപ്പിക്കുവാൻ വേണ്ടി ചെയ്തു എന്നാണ് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ല, സുപ്രീം കോടതി പറയുന്നതാണ്. ഊണലും ഉറക്കത്തിൽ സുപ്രീം കോടതി എന്ന് പറഞ്ഞ് കരയുന്നവർ കൂനം കുരിശ് സത്യം അന്ത്യോക്യൻ പാത്രിയർക്കീസിനോടുള്ള വിധേയത്വം പ്രഖ്യാപിക്കാനാണെന്ന് സുപ്രീം കോടതി പറഞ്ഞത് മിണ്ടത്തില്ല. 5ാമത്തെ പേജിൽ എഴുതി വെച്ചിരിക്കുക. ഇത് വായിച്ചു നോക്കണ്ടേ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്?